നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, മധ്യ തിരുവിതാംകൂർ നല്ല പണിയാണിക്കുറി LDFിനിട്ട് കൊടുത്തത്. പ്രത്യേകിച്ച് LDFിൽ കേരള കോൺഗ്രസ് എം പോലൊരു രാഷ്ട്രീയ കക്ഷി നിൽക്കുമ്പോൾ എന്താണ് ആ മേഖലയിൽ സംഭവിച്ചത്? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മധ്യ തിരുവിതാംകൂർ LDFിനൊപ്പം ചേർന്ന് നിന്നു. അതിനൊരൊറ്റ കാരണം മാത്രം. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് കേരള കോൺഗ്രസ് എം നേരെ LDFിലേക്ക് ചേക്കേറിയത്. കേരള കോൺഗ്രസ് എമ്മിനൊപ്പം LDFിനെന്ന് വോട്ട് ചെയ്തതിന് പിന്നിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട്. 2016 തുടങ്ങിയ ഒരു വാശി. 2016 LDF അധികാരത്തിലേറുമ്പോൾ അന്ന് UDF ശിഥിലീകരണത്തിൻ്റെ വക്കിലായിരുന്നു. 2011-16 UDF മന്ത്രിസഭയുടെ കാലഘട്ടം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി കേരളം ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഒട്ടനവധി സംഭവങ്ങളുണ്ടായി. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ കക്ഷി UDFിനെ പിടിമുറുക്കിയ കാലഘട്ടം. 5ാം മന്ത്രി വിവാദം ഉൾപ്പെടെ അക്കാലത്ത് UDFിൽ നിരന്തരം തലവേദനകൾ സൃഷ്ടിച്ചിരുന്നു മുസ്ലിം ലീഗ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന് വന്ന പ്രാധാന്യത്തിൽ വലിയ അസ്വസ്ഥരായിരുന്നു മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം പോലുള്ള വകുപ്പുകൾ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുമ്പോൾ സഭയുടെയും പട്ടക്കാരുടെയും ഒക്കെ സ്കൂൾ അധികൃതർ തിരുവനന്തപുരത്തെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം നേടിയെടുക്കണമെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് ചെന്ന് ഇങ്ങനെ അടയിരിക്കണം. 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താനുള്ളൊരു തന്ത്രമായിരുന്നു CPM ആവിഷ്കരിച്ചത്. അതിനിടയിൽ UDFിനോട് കലഹിച്ചു നിന്ന കേരള കോൺഗ്രസ് എം നേരെ LDF ക്യാമ്പിലേക്ക് ചെന്ന് കയറി. UDFിനെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ മണ്ടത്തരമായിരുന്നു. ഇവിടെയാണ് നമ്മൾ മധ്യ തിരുവിതാംകൂറിലെ അച്ചായന്മാരുടെ പ്രത്യേക സ്വഭാവ രീതിയെക്കുറിച്ചൊന്ന് പരിശോധിക്കാൻ. ഒപ്പം നിന്നാൽ അവർ ചങ്ക് പറിച്ചു കൊടുക്കും. ഇനി പണി കൊടുക്കണമെന്ന് വിചാരിച്ചാലോ ശത്രുവിൻ്റെ കൊരവള്ളി പറിച്ചെടുക്കും. അതാണ് അച്ചായന്മാരുടെ ഊരും മനസ്സും. ഇതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നതും. പിണറായി വിജയനിട്ടും ഈ മന്ത്രിസഭയ്ക്കിട്ടും ഒരു പണി കൊടുക്കണമെന്ന് അച്ചായന്മാർ അങ്ങ് തീരുമാനിച്ചു. അച്ചായന്മാർ മാത്രമല്ല, മേഖലയിലെ ഹൈന്ദവ സഹോദരങ്ങളുമായും അവർ വലിയ അടുപ്പം പുലർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവർ എല്ലാവരും ഒരുമിച്ച് നിന്നു. റബ്ബർ പോലെ വലിച്ചാൽ നീളും, വിട്ടാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കും. ഇങ്ങനെയൊരു പ്രത്യേക മനസ്സിനുടമകളാണ് കോട്ടയം അച്ചായന്മാർ. പ്രത്യേകിച്ച് പാല, കാഞ്ഞിരപ്പള്ളി മേഖലയിലുള്ള അച്ചായന്മാരൊക്കെ. കോട്ടയത്ത് എന്തെങ്കിലുമൊക്കെ ചലനങ്ങളുണ്ടായാൽ അതിൻ്റെ പ്രതിഫലനം അങ്ങ് മലയോര മേഖലയായ ഇടുക്കിയിലും പത്തനംതിട്ടയിലുമൊക്കെ പ്രതിഫലിക്കും. അതുതന്നെയാണ് ഇവിടെ കാണുന്നത്. പത്തനംതിട്ടയും ഇടുക്കിയും അടപടലം UDFിലേക്ക് ഒഴുകുന്ന കാഴ്ച. ഒരു കാലഘട്ടം മുഴുവൻ നിറഞ്ഞു നിന്ന KM മാണി എന്ന അധികായനായ രാഷ്ട്രീയ നേതാവ്. പാലക്കാരുടെ ഹീറോ മാത്രമായിരുന്നില്ല മാണി സാർ. ഇടുക്കി, പത്തനംതിട്ട മേഖലകളിലൊക്കെ ഒരുപാട് ആരാധകരെയും അണികളെയും സൃഷ്ടിച്ചെടുത്തിരുന്നു ആ മഹാരഥൻ. KM മാണി തിരുവനന്തപുരത്തുള്ളപ്പോൾ കോട്ടയം, ഇടുക്കി മേഖലകളിലെ ആളുകളുടെ ഒരു ശൈലിയുണ്ട്. ഒരു വാഹനത്തിൽ 4-5 പേർ നിറഞ്ഞു കയറി നേരെ തിരുവനന്തപുരത്തേക്ക് ഒരൊറ്റ വരവ്. വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. എങ്കിലും മാണി സാറിനെ ഒന്ന് കണ്ട് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക അവരുടെ ഒരു സ്ഥിരം ശൈലിയാണ്. അവരെ ഹൃദയം കൊടുത്തങ്ങ് സ്വീകരിച്ചു കളയും നമ്മുടെ സാക്ഷാൽ KM മാണി സാർ. അവരെ ചേർത്ത് നിർത്തും. എന്നാ ഉണ്ടോ വിശേഷമെന്നൊക്കെയുള്ള ചോദ്യം. മന്ത്രിയാണെങ്കിൽ മന്ത്രി വീട്ടിലേക്ക് ഏത് പാതിരായ്ക്കും ആളുകൾക്ക് കടന്നു ചെല്ലാം. അവിടെ മാണി സാറിനോടൊപ്പം ഇരിക്കാം. ഒരുപക്ഷെ മാണി സാർ അവർക്കൊപ്പം ഭക്ഷണം പോലും കഴിച്ച് അങ്ങനെ സൊറയൊക്കെ പറഞ്ഞിരിക്കും. ഇനി MLA ഹോസ്റ്റലിലാണെങ്കിൽ കുഴപ്പമില്ല. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും തിരുവനന്തപുരത്ത് മാണി സാർ ഉണ്ടെങ്കിൽ തങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാണി സാർ ചെയ്തു തരുമെന്ന ഉറപ്പ്, വിശ്വാസം. അതുതന്നെയായിരുന്നു ആ ഒറ്റയാൾ പോരാട്ടമായിരുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ കരുത്ത്. എന്നാൽ 2016 കാര്യങ്ങൾ തകിടം മറിഞ്ഞു. KM മാണിക്കെതിരെ അന്ന് കരുക്കൾ നീക്കിയത് കോൺഗ്രസ് നേതാക്കൾ. ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മുസ്ലിം ലീഗ് കൂടി പിന്തുണച്ചതോടെ മാണി സാർ വേദനിച്ചു. ആ വേദനയിൽ നിന്നാണ് കേരള കോൺഗ്രസിൻ്റെ ഒടുക്കത്തെ പിളർപ്പിലേക്ക് കടന്നത്. PJ ജോസഫ് ഒരു വശത്ത്, ജോസ് കെ മാണി മറുവശത്ത്. 2016 കാലഘട്ടത്തിൽ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് SDPI സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുന്ന കാലഘട്ടം. അന്ന് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുമായി നിരന്തരം സംഘർഷത്തിലേർപ്പെട്ടിരുന്നു മറ്റ് ചില സമുദായ സംഘടനകളൊക്കെ. ഇതും മേഖലയിൽ വലിയ സ്പർദ്ധയ്ക്ക് കാരണമായി. മുസ്ലിം സംഘടനകൾ ശക്തിപ്പെടുന്നത് ഭയത്തോടെ നോക്കിക്കണ്ടു അക്കാലത്ത് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങൾ. തിരിച്ചും മറിച്ചും ഇത് ഊതിപ്പെരുപ്പിച്ചു. ഒടുവിൽ പാല ബിഷപ്പിനെ തെറിവിളിച്ചുകൊണ്ട് മാർച്ച് ചെയ്യുന്ന പോപ്പുലർ ഫ്രണ്ട് അണികൾ. ഇതോടെ ആ വിഘടനം പൂർത്തിയായി.
UDFിൻ്റെ തകർച്ചയ്ക്ക് കാരണവും വോട്ട് ബാങ്കിൻ്റെ കുത്തൊഴുക്കിന് കാരണവും ഇതൊക്കെ. ചുരുക്കത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിനൊരു പണി കൊടുക്കാൻ കോട്ടയം അച്ചായന്മാർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. കോട്ടയം അച്ചായന്മാരുടെ സഹോദരങ്ങൾ തന്നെയാണ് ഇടുക്കിയിലുള്ളത്. അവരുടെ ഉറ്റ ബന്ധുക്കളാണ് പലരും പത്തനംതിട്ടയിൽ. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളത്തിൻ്റെ ഒരു ഭാഗം ഇതൊരു മനസ്സോടെ ചിന്തിക്കുന്നു, ഒരൊറ്റ രീതിയിൽ പ്രവർത്തിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ മധ്യ തിരുവിതാംകൂറിൽ LDF ഒരുക്കിയ മുന്നേറ്റം അങ്ങനെയായിരുന്നു. അന്നവർ ജോസ് കെ മാണിയെ വിശ്വസിച്ചു. എന്നാൽ പാലക്കാർ ജോസ് കെ മാണിക്കിട്ടൊരു പണിയും കൊടുത്തു. MP ആയി ജോസ് കെ മാണി കോട്ടയത്ത് വിജയിച്ചതും പിന്നീട് രാജ്യസഭയിലേക്ക് പോയതും അതിനുശേഷം MLA സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വന്നതുമൊക്കെ എടുത്തുകാട്ടിയായിരുന്നു അന്ന് ജോസ് കെ മാണിക്കെതിരെയുള്ള പ്രചരണം. ജോസ് കെ മാണിയെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ പാലക്കാർ തീരുമാനിച്ചു. അങ്ങനെ അങ്ങ് 2021 തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ തോൽപ്പിച്ചു. ജോസ് കെ മാണി തോൽപ്പിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത് മറ്റൊന്ന്. തിരുവനന്തപുരത്തേക്ക് പഴയ മോഡൽ മാണി സാറിനെ കാണാനുള്ള വരവ് നിന്നു. വലിയ കാര്യങ്ങളൊന്നും ഈ പാർട്ടിയെ കൊണ്ട് നടത്തിക്കാൻ കഴിയില്ല എന്ന പൊതുബോധം അവരിൽ വേരൂന്നി. പൊതുവെ പാലക്കാർക്കും കാഞ്ഞിരപ്പള്ളിക്കാർക്കും കോട്ടയംകാർക്കുമൊക്കെ വലിയ ആവശ്യങ്ങളൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ആ നാട് ആകെ നശിച്ച് താറുമാറായി കിടക്കുന്നു. കൃഷി ചെയ്തിട്ടൊരു പ്രയോജനവുമില്ല. പലരുടെയും മക്കളും സഹോദരങ്ങളുമൊക്കെ വിദേശത്തുണ്ട്. അവർ അയച്ചു കൊടുക്കുന്ന ചെറിയ തുക വെച്ചാണ് പലരുടെയും ജീവിതം തള്ളി നീക്കുന്നത്. കാർഷിക മേഖലയിലുള്ള തകർച്ച തന്നെയാണ് ഇപ്പോൾ ഈ കോട്ടയം അച്ചായന്മാർ മാറി ചിന്തിക്കാനുള്ള ഒന്നാമത്തെ കാരണം. അത് LDF കണ്ണു തുറന്ന് കാണണം. UDFിനെ അത്ര കണ്ട് എന്തിന് നമ്മൾ വെറുക്കുന്നു എന്ന ചോദ്യം ക്രമേണ കോട്ടയം മേഖലയിൽ ശക്തമായി. പൊതുവെ ഒരു കോൺഗ്രസ് മനസ്സുള്ളവരാണ് കോട്ടയം മേഖലയിലുള്ളവർ. KM മാണി അങ്ങനെയാണ് അവരെ പരിശീലിപ്പിച്ചത്. എല്ലാ കാലത്തും CPMനെതിരെ തുറന്ന പോര് അതായിരുന്നു മാണി സാറിൻ്റെ ശൈലി. ആശയം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും CPMനെ തുറന്നു തീർക്കുന്ന രാഷ്ട്രീയ ശൈലിയായിരുന്നു KM മാണി പയറ്റിത്തെളിഞ്ഞത്. അധ്വാനവർഗ സിദ്ധാന്തം അതിൻ്റെ തുടർച്ചയായിരുന്നു. പാടശേഖരം വെട്ടിനിരത്താനിറങ്ങിയവരെ പ്രതിരോധത്തിലൂടെ തകർത്തോടിച്ചതും അന്ന് KM മാണിയുടെ ശൈലി. 1980 അന്ന് നായനാർ മന്ത്രിസഭയിൽ KM മാണി കടന്നു ചെന്നിരുന്നു എങ്കിലും ശക്തി സംഭരിച്ച് തിരികെ പെട്ടെന്ന് തന്നെ UDFിലേക്ക് ചേക്കേറി. അതായിരുന്നു KM മാണിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞത. 2020 LDFിലേക്ക് പുറപ്പെട്ട ജോസ് കെ മാണിയും കൂട്ടരും രാഷ്ട്രീയ ശക്തി സംഭരിച്ച് തിരികെ UDFിൽ എത്തിയിരുന്നുവെങ്കിൽ അവരുടെ ചിത്രം മറ്റൊന്നായേനെ. കോട്ടയം അച്ചായന്മാർ മാറി ചിന്തിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ അവരുടെ മനസ്സ് ഒന്ന് പിടച്ചു. വെള്ളാപ്പള്ളിയെ ഒക്കത്തിരുത്തി ഒരു കറുത്ത കാറിൽ പിണറായി വിജയൻ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തുന്ന കാഴ്ച. പിന്നീട് വെള്ളാപ്പള്ളിയുടെ അധിക പ്രസംഗങ്ങൾ പലതും കോട്ടയംകാർക്ക് സുഖിച്ചില്ല. അല്ലേലും അങ്ങനെയൊക്കെയാണ്. എല്ലാ കാലത്തും പെരുന്ന പോപ്പിനെ ചേർത്ത് പിടിക്കുന്ന ശൈലിയായിരുന്നു കോട്ടയം അച്ചായന്മാർ തുടർന്നിരുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഒരു വശത്ത് KM മാണിയും മറുവശത്ത് ഉമ്മൻചാണ്ടിയും. പെരുന്ന സുകുമാരൻ നായരുടെ ഇരുവശങ്ങളിലായി KM മാണിയും ഉമ്മൻചാണ്ടിയും കട്ടയ്ക്ക് നിൽക്കും. അതായിരുന്നു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. കാലം മാറി. ഇന്ന് KM മാണിയില്ല, ഉമ്മൻചാണ്ടിയില്ല. പെരുന്ന പോപ്പ് നേരെ LDFിലേക്ക് CPMലേക്ക് ചേക്കേറി. അതും കോട്ടയം അച്ചായന്മാർക്ക് അത്ര സുഖിച്ചില്ല. കോട്ടയം അച്ചായന്മാർക്ക് ഈ രാഷ്ട്രീയക്കാരെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുകിൽ മരിച്ചടക്കിനൊന്ന് വരണം, അല്ലെങ്കിൽ കല്യാണങ്ങൾക്കൊക്കെ ഒന്ന് പങ്കെടുക്കണം. ഒരു മേമ്പൊടിക്കൊരു ഭാഷനായി ഈ രാഷ്ട്രീയ നേതാക്കളെ ഉപയോഗിക്കും. അതിലപ്പുറം വലിയ ആവശ്യങ്ങളൊന്നുമില്ല. പാലാപ്പള്ളിയിലെ പെരുന്നാളും കടപ്പാട്ടൂർ അമ്പലത്തിലെ ഉത്സവവുമൊക്കെ അവർക്കൊരുപോലെയാണ്. പള്ളിയിലെ പെരുന്നാളുകൾക്കും അമ്പലങ്ങളിലെ ഉത്സവങ്ങൾക്കും അവർ ഒരുമിച്ചിറങ്ങും. അവിടെ ജാതിയില്ല, രാഷ്ട്രീയമില്ല. നേർക്കുനേർ നെഞ്ചു പിരിച്ച് നിൽക്കുന്നവരെയാണ് പൊതുവെ കോട്ടയം അച്ചായന്മാർക്കിഷ്ടം. അതുകൊണ്ട് തന്നെ നല്ല നെഞ്ചുറപ്പുള്ളവരെ അവർ ചേർത്ത് പിടിക്കും. മുട്ടനാടിൻ്റെ ചോര കുടിച്ച് ഉടുമുണ്ട് പറിച്ചടിക്കുന്ന ആണ്ടുതോമമാരെ സ്നേഹിച്ച നാടാണ്. പണി കൊടുക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ. അതുകൊണ്ട് തന്നെ കോട്ടയംകാർ പണിയാൻ തീരുമാനിച്ചാൽ പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയും നിലംപൊത്തുമെന്നോർക്കുക. ഇവിടെ ചില തിരിച്ചറിവുകൾ കേരള കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകണം. അതുകൊണ്ടാണ് LDFിനെ അവർ ആട്ടിയകറ്റിയത് എന്ന് സ്വയം പരിശോധിക്കണം. കോട്ടയത്തെ ചില LDF നേതാക്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിനിശ്ചിതമായ വിമർശനങ്ങൾ ആ മേഖലയിൽ ഉയരുന്നു. ചെറുകിട CPM നേതാക്കളൊക്കെ ഇന്ന് വലിയ ധനാഢ്യരായി മാറി.
അതിൻ്റെ പിന്നിലുള്ള അഴിമതിയും കച്ചവടവും ഒക്കെ നാട്ടിൽ പച്ചയ്ക്ക് ചർച്ച ചെയ്യുന്നു. തൻ്റെ സംഘടനയെ നല്ല രീതിയിൽ പ്രവർത്തന സജ്ജമാക്കി കൊണ്ടുപോകാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നുണ്ട്. എന്നാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് ബഹുജന പിന്തുണ ആർജിക്കാൻ കഴിയുന്നില്ല? പാർട്ടിയുടെ ഷെല്ല് പൊളിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. പ്രവർത്തന ശൈലിയിൽ അടിമുടി മാറ്റം വരുത്തണം. അതുതന്നെയാണ് കേരള കോൺഗ്രസിനെ ജനകീയമാക്കുന്നതിൽ നിർണായകമാക്കുന്നതും. പാർട്ടി കൈപ്പിടിയിലൊതുക്കി എല്ലാ കാലത്തും കൊണ്ടുപോയിട്ടും വലിയ കാര്യമില്ല. പാർട്ടി വോട്ടുകൾക്കപ്പുറം പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ വീഴണം. UDF അനുഭാവികളായ കേരള കോൺഗ്രസ് പ്രവർത്തകരാണ് കോട്ടയം, ഇടുക്കി മേഖലയിൽ കൂടുതലായുള്ളത്. അവരെ അത്ര പെട്ടെന്ന് UDFൽ നിന്ന് തെളിച്ച് തിരികെ LDFിലേക്ക് കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. 2021 അവർ UDFിനിട്ടൊരു പണി കൊടുക്കാൻ തീരുമാനമെടുത്തു. അന്നവർ കട്ടയ്ക്ക് നിന്നു. പക്ഷേ കാലാന്തരത്തിൽ ആ പണിയുടെ ഇഫക്റ്റിൽ തളർന്ന UDF ഇനി എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടരുത് എന്നവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഇക്കുറി തിരിഞ്ഞുകുത്തി. എല്ലാ കാലത്തും അവരുടെ നിലപാട് ഒന്നായിരിക്കില്ല. എന്നാൽ അവരുടെ വിശ്വാസം ആർജിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവിടെ നിലനിൽപ്പില്ല. ഇതാണ് നമ്മോട് മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയം പറഞ്ഞു തരുന്നത്. കോട്ടയത്തെ മുനിസിപ്പാലിറ്റികളുടെ ചരിത്രമൊന്ന് നോക്കിക്കേ. എല്ലാം UDF അടിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇക്കുറി കാണാൻ കഴിയുന്നത്. ചങ്ങനാശ്ശേരിയിൽ UDF നേടിയിരിക്കുന്നത് 13 സീറ്റുകൾ. എന്നാൽ NDA അവിടെ 8 സീറ്റുകൾ നേടിയെടുത്തത് LDFിൻ്റെ കേരള കോൺഗ്രസ് എമ്മിന് കണ്ണു തുറപ്പിക്കണം. കോട്ടയത്ത് UDF നേടിയെടുത്തത് 31 സീറ്റുകൾ. എന്നാൽ അവിടെ NDA 6 സീറ്റുകൾ നേടി എന്ന് മറക്കരുത്. കോട്ടയത്ത് 15 സീറ്റിലേക്ക് LDF ഒതുക്കപ്പെട്ടു. വൈക്കം പോലെ LDFിൻ്റെ ഉരുക്കുകോട്ടയിൽ ഇക്കുറി UDFിൻ്റെ കടന്നുകയറ്റമാണ് കണ്ടത്. പാല തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ദൃശ്യം ഒരുപക്ഷെ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും ഒക്കെ തകർത്ത് കളയും. വെറും ഈഗോയുടെ പേരിലാണ് പാല മുനിസിപ്പാലിറ്റി കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൈക്കുമ്പിളിൽ നിന്ന് മാറിപ്പോയത് എന്നോർക്കുക. ഏറ്റുമാനൂരിൽ കൃത്യമായ UDF തിരിച്ചുവരവാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ചിത്രം. ഈരാറ്റുപേട്ടയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ചുരുക്കത്തിൽ മധ്യ തിരുവിതാംകൂറിൻ്റെ ഋതം മനസ്സിലാക്കി അതനുസരിച്ചുള്ള പ്രവർത്തന ശൈലി തുടർന്നില്ല എങ്കിൽ കേരള കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാകും. അവിടെയാണ് UDFിൻ്റെ തിരിച്ചുവരവ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ UDFിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളല്ല ഈ വോട്ടെന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.